Very good morning all. All are welcome to auditing classroom. In this video, we are going to discuss rights and powers of an auditor. What are the rights and what are the powers of an auditor? ഒരു കമ്പനിയിൽ ഓഡിറ്റ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഓഡിറ്റ് നടത്തുന്ന ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ, ദാറ്റ് മീൻസ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഉള്ള പേഴ്സണൽ ക്വാളിറ്റീസ് ഉള്ള ഒരു ഓഡിറ്റർക്ക് വേണ്ട പവേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന റൈറ്റ്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. Rights and powers of an auditor. Rights and powers of an auditor. ഒരു ഓഡിറ്ററിന്റെ റൈറ്റ്, അതായത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു CA ഹോൾഡർ ആയിട്ടുള്ള ഒരു ഓഡിറ്ററിന്റെ റൈറ്റ് എന്തെല്ലാമാണ്, അതുപോലെ അദ്ദേഹത്തിനുള്ള പവർ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ആക്സസ് to books of accounts and vouchers. Right to access to books of accounts and vouchers. Books of accounts and voucher. Books of account. Right to access books of accounts and vouchers of the company. That means while conducting a continuous audit or a management audit or any internal audit, anyway, then the auditor has right to access any records. That means any accounts maintained by an organization. That means the branch accounts or the head office accounts or any accounting system followed by an organization. So an auditor has a right or power to accept or access or any records maintained by an organization. ഒരു യൂണിറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം റെക്കോർഡ്സുകളാണോ കീപ്പ് ചെയ്തിട്ടുള്ളത്, ആ മുഴുവൻ റെക്കോർഡ്സുകളും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വൗച്ചറും ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. വിസിറ്റ് ബ്രാഞ്ചസ്. ഒരു ഹെഡ് ഓഫീസിലാണ് ഓഡിറ്റ് നടത്തുന്നതെങ്കിൽ ആ ഹെഡ് ഓഫീസിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ ആ മുഴുവൻ ബ്രാഞ്ചിലും വിസിറ്റ് ചെയ്യുവാനും അവിടുത്തെ റെക്കോർഡ്സ് അനലൈസ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യുവാനുമുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും? ഓഡിറ്റർക്കുണ്ട്. ഇഫ് എ കമ്പനി ഹാസ് ബ്രാഞ്ച് ഓർ ബ്രാഞ്ചസ്, he has to access the branch and its accounts, books, voucher, even when the branch accounts are audited by local auditor. ഒരു സെപ്പറേറ്റ് ഓഡിറ്ററെ കൊണ്ട് ബ്രാഞ്ചിലുള്ള അക്കൗണ്ട്സ് ഓഡിറ്റിന് വിധേയമാക്കിയിരുന്നാൽ പോലും ഹെഡ് ഓഫീസിലുള്ള മെയിൻ ഓഡിറ്റർക്ക് ആ കമ്പനിയുടെ മുഴുവൻ ബ്രാഞ്ചുകളിലും എന്ത് ചെയ്യാൻ പറ്റും? വിസിറ്റ് ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, റൈറ്റ് ടു ഒബ്റ്റെയിൻ ദ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ ആൻഡ് explanation. That means right to obtain the information and to explanations. That means he has right to seek and obtain from the board of directors, officers of the company, any information and explanation as he may be think necessary for the performance of his audit work. As an auditor എന്ന രീതിയിൽ ഒരു ഓഡിറ്റർ വർക്ക് ചെയ്യുമ്പോൾ, that means main auditor then plus their audit clerk, അവർ വർക്ക് ചെയ്യുന്ന സമയം അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദ ഷെയർ ഹോൾഡർ ഓർ ദ ഡയറക്ടേഴ്സ് ഓർ എനി ഒഫീഷ്യൽസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനും ആ ഇൻഫോർമേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഫീൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കളക്ട് ചെയ്യാനുമുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഓഡിറ്റ് വർക്ക് സുഗമമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും റെലവെന്റ് ഇൻഫോർമേഷൻസ് ആവശ്യമാവുകയാണെങ്കിൽ ആ ഇൻഫോർമേഷൻസ് അതിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിരുന്നാലും ഈവൻ ദ ലോവർ ലെവൽ എംപ്ലോയീസ് ആയിരുന്നാലും ആരിൽ നിന്നും ഇൻഫോർമേഷൻസോ എക്സ്പ്ലനേഷൻസോ കളക്ട് ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെന്റ്. Right to correct wrong statement.
correct wrong statement. Right to correct wrong statement. The auditor of a company has right to correct any wrong statement committed by directors relating to accounts that are to be laid before the company in the general meeting. Okay. അപ്പോൾ നമുക്കറിയാം ഓരോ കമ്പനീസിലെയും അക്കൗണ്ടന്റ്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആളുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് അല്ലെങ്കിൽ അവിടെ ഉള്ളതായിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഫാക്ടേഴ്സ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഡയറക്ടർ ബോർഡിന് വേണ്ടിയിട്ട് തിരുത്തൽ വരുത്താൻ വേണ്ടി റെക്ടിഫൈ ചെയ്യുവാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഓഡിറ്റർക്കുണ്ട്, വിത്തിൻ ദ കൺഫർമേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഡയറക്ടേഴ്സിന്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാം ബിഫോർ ദ എൻറ്റർ ഇൻ ടു ദി ജനറൽ മീറ്റിംഗ്. അതായത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ മുമ്പായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റെക്ടിഫിക്കേഷൻ നടത്തുന്നത്. സോ റൈറ്റ് ടു കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. The next one, right to comment inadequacy of accounting system. Comment pass cheya, right to give certain comments. Comment in relating to inadequacy of accounting system. For double entry system follow ചെയ്യുന്നുണ്ട്, double account system follow ചെയ്യുന്നുണ്ട്, single entry system follow ചെയ്യുന്നു. സിംഗിൾ എൻട്രി ലാർജ് സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് നമുക്ക് ഫോം ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റവും അതുപോലെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റവുമാണ്. ഓക്കെ, അപ്പൊ ആ അക്കൗണ്ട് സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രിവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതെങ്കിലും വയലേറ്റ് ചെയ്തു പോയാൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും അപാകത കാണിച്ചിട്ടുണ്ടെങ്കിൽ then inadequacy of relevant accounting system or the principles ഫോളോ ചെയ്യുന്നിടത്ത് അപാകത ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാനുണ്ട്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള കമന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഓഡിറ്റർക്കുണ്ട്. Right to comment on the inadequacy of accounting system. If an accounting system maintained in inadequate, he has to advise the board to change the system of accounting. Then he has to right to mention the fact in his report. അപ്പോൾ അയാൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി ഇവർ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നിടത്ത് അപാകത ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്യാനുള്ള റൈറ്റ് വരെയുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ടു റിസീവ് നോട്ടീസ് ആൻഡ് അറ്റൻഡ് ദ ജനറൽ മീറ്റിംഗ്. സിക്സ്ത് വൺ, റിസീവ് നോട്ടീസ് ആൻഡ് ടു അറ്റൻഡ് ദ ജനറൽ മീറ്റിംഗ്. ഇപ്പൊ ജനറൽ മീറ്റിംഗിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യുക, ജനറൽ മീറ്റിംഗിന്റെ നോട്ടീസ് കൈപ്പറ്റിക്കൊണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കാം. Okay, the auditor of a company has right to receive the notice and to attend every general meeting. Then he has the power to make any statement or explanation with regard to the accounts as he may desire to meeting. But he had not answered any questions. Okay, അപ്പോൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കാനും ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് ഇൻ റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ് അത് ജനറൽ മീറ്റിംഗിൽ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ ഇതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ള പവർ ആർക്കില്ല, ഓഡിറ്റർക്കില്ല. ഓക്കെ, എക്സ്പ്ലനേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ചോദിക്കുന്ന സമയത്തോ മാനേജേഴ്സ് ചോദിക്കുന്ന സമയത്തോ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേസമയം ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനുള്ള റൈറ്റ് ആർക്കില്ല, ഓഡിറ്റർക്കില്ല. ഓക്കെ, then right to have a legal and technical advice. Legal and technical advice. ഓക്കെ, നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ട്. He has a right to seek legal or technical advisors or experts' opinion in any matter connected with the accounts. That means right to have legal and technical advice. Then it is necessary to give his opinion in this report. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ഇനാഡിക്വസി അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നിടത്തുണ്ടെങ്കിൽ റിപ്പോർട്ടിൽ അത് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ടു ഹാവ് എ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. അത്തരത്തിലുള്ള ടെക്നിക്കൽ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് ഓഡിറ്ററിന്റെ ലാസ്റ്റ് ഫംഗ്ഷൻ ആണത്. എന്ത്, ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആരാണോ ഓഡിറ്റിന് അപ്പോയിൻമെന്റ് നടത്തിയിട്ടുള്ളത് അവർക്ക് ആ അതോറിറ്റിക്ക് അല്ലെങ്കിൽ ആ യൂണിറ്റിന് അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് പേഴ്സണ് എന്ത് ചെയ്യണം, ഈ പറയുന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഈ ഫാക്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്, ഇൻഡംനിഫൈ ചെയ്യാം. 8th one, ഇൻഡംനിഫൈ ചെയ്ത് കൊടുക്കാം. എന്തിനാണ് ഇൻഡംനിഫൈ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് നഷ്ടോത്തരവാദിത്വം ഉണ്ടാവുക. ദാറ്റ് മീൻസ് അയാൾ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഭാഗത്തുള്ള കെയർനെസ് കാരണം എന്തെങ്കിലും ലോസ് കമ്പനിക്ക് ഉണ്ടായി എങ്കിൽ കമ്പനിക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഈ ഓഡിറ്റർക്കുണ്ട്. ദാറ്റ് മീൻസ് ഓഡിറ്റർ ഹാസ് എ റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ് out of the assets of the company against any liability incurred by him, defending himself against any civil or criminal proceedings by the company provided. Okay, അപ്പോൾ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇൻഡംനിഫൈ ചെയ്യാനുള്ള റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്, അതിനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും, ഓഡിറ്റർക്കുണ്ടാകും. Auditor has a right to be indemnified out of the assets of the company against any liability then incurred by him, defending himself then against any civil or criminal proceedings by the company provided. Then 9th one, right to receive remuneration as the first auditor. Right to receive remuneration. Remuneration as the first auditor. ഒരു ഓഡിറ്ററായ അപ്പോയിൻമെന്റ് കിട്ടി കഴിഞ്ഞാൽ അയാളുടെ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റേഴ്സിന് അതിന്റെ റെമ്യൂണറേഷൻ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. The last one, right to sign an audit report. Signature. Put the signature on the audit report. Signature. ഓഡിറ്റ് റിപ്പോർട്ടിൽ പോസിറ്റീവ് ഓഡിറ്റ് റിപ്പോർട്ട് ആയിരുന്നാലും നെഗറ്റീവ് ഓഡിറ്റ് റിപ്പോർട്ട് ആയിരുന്നാലും ഓഡിറ്റ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യുവാനുള്ള റൈറ്റ് ആർക്കാണ്, ഓഡിറ്റർക്കാണ്. ഓക്കെ, ദീസ് ആർ ദ മേജർ റൈറ്റ്സ് ഓർ പവർ ഓഫ് ആൻ ഓഡിറ്റർ. ദാറ്റ് മീൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യുവാനും ദാറ്റ് മീൻസ് വൗച്ചറും ആക്സസ് ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ വിസിറ്റ് ദ ബ്രാഞ്ചസ്, ആ കമ്പനിക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ ആ മുഴുവൻ ബ്രാഞ്ചുകളിലും എന്ത് ചെയ്യാൻ പറ്റും, വിസിറ്റ് ചെയ്യുവാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും, ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഇൻഫോർമേഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുവാനും അതിന്റെ എക്സ്പ്ലനേഷൻസും ആവശ്യപ്പെടാനുള്ള ഈവൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദ ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി അവരിൽ നിന്നായാൽ പോലും കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്, എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്തു പോയടുത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്താനുള്ള റൈറ്റ് ഉണ്ട്. എപ്പോൾ, ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ജനറൽ മീറ്റിംഗ്, ജനറൽ മീറ്റിംഗിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ കമന്റ്, ഏത് തരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസും പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ റിസീവ് ദ നോട്ടീസ് ആൻഡ് അറ്റൻഡ് ദ ജനറൽ മീറ്റിംഗ്. ഓക്കെ, ജനറൽ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള നോട്ടീസ് ആക്സെപ്റ്റ് ചെയ്യാനും മീറ്റിംഗിൽ പങ്കെടുക്കാനും അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്, ദെൻ ഇൻഡംനിഫൈഡ്, റെമ്യൂണറേഷൻ ആൻഡ് ദ സിഗ്നേച്ചർ on the audit report. These are the major power or rights of an auditor.